ഹാപ്പി എല്ലാരും പന്നച്ചെറുക്കം കഴിച്ചോ? കിരണ എന്താ ന്യൂ ഇയർ മോനെ ആയിട്ട് എന്താ കഴിച്ചപ്പോ പരിപാടി? ലിജമ്മച്ചി ഒന്നുമില്ല അമ്മാവ. ഏ ഹാപ്പി നീലി ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ചേട്ടാ. കഴിച്ചു, ഇത്തിരി ചോറ് കഴിച്ചു. ഹാപ്പി ന്യൂ ഇയർ, എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ കഴിക്കുകയൊക്കെ ചെയ്തോ? നീലിച്ചേട്ടൻ കഴിച്ചതൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഷംനാഥ് ഓടി പറയും അവളെന്ത് ഇറക്കി വിട്ടിട്ട് പോവാത്ത പാറ്റ പറ്റി കഴിച്ചിട്ടാ ഇറങ്ങിയത്, നന്നായി. ടുഗദർ കയറാൻ വന്നു, എന്നെ കയറ്റിയില്ല. അതിന് വന്നില്ലല്ലോ, ഇങ്ങോട്ട് വന്നില്ലല്ലോ, അയാൾ വന്നില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് കയറിക്കോ, ഇത് കഴിഞ്ഞ ടൈം ആവും, അവർക്ക് ഉറങ്ങാൻ ടൈം ആയല്ലോ. അയ്യൻ അടുത്ത പ്രാവശ്യം ഇനി വിടും ലിജേജി, അപ്പൊ വന്നാ മതി, കേട്ടു. തീർച്ചയായിട്ടും ബൈ. ഓക്കെ, സീ യു. ഹാപ്പി ന്യൂ ഇയർ അയാനെ, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഇപ്പൊ ടൈമില്ല അയ്യൻ ബ്രോ, നിന്നെ കുറ്റം പറയാൻ തന്നെ കയറിയതാണ് ഞാൻ. ഷംന, എത്ര മണിക്കൂർ ഞാനിവിടെ മൊബൈൽ കുത്തിയിരുന്നു, നിന്നെ ഇറക്കി വിടാൻ പറഞ്ഞിട്ട് ഇറക്കി വിടണില്ല. എന്റെ ഒരു റിമോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഞെക്കിയിട്ട് നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാനായിരുന്നു. വന്നില്ലല്ലോ, വന്നില്ലല്ല എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വന്നില്ലല്ലോ, വന്നെങ്കിലല്ല ഓക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അയാൻ ബ്രോ ക്ഷമിക്കേ, അവർ കണ്ടിട്ടില്ല, മെസ്സേജ് കണ്ടിട്ടില്ല അയാൻ ബ്രോ, അതാണ് സംഭവിച്ചത്. മെസ്സേജ് CP അയച്ചു, അതെല്ലാം സ്പാം, അങ്ങനെ എല്ലാം സ്പാം. എനിക്ക് തോന്നുന്നു ഒരുപാട് കമന്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്, എല്ലാം സ്പാം. ഇന്ന് ഒരുപാട് അങ്ങനെ ഉണ്ട് സംഭവം, കൊറേ ബ്ലൂ ഉണ്ടായിട്ടും. കഴിഞ്ഞ ദിവസം ആരായിരുന്നു, എന്താ കണ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ പിണങ്ങി പോയി. എന്റെ കമന്റ് നീ വായിക്കുന്നത് പറഞ്ഞ അവൻ പിന്നെ ഇങ്ങോട്ട് വന്നതേ ഇല്ല. പുറത്തു പോവുകയാണെന്ന് പറഞ്ഞല്ലോ, ഇല്ല. എന്നിട്ടെങ്കിലും നീ ഇറങ്ങൂന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഞാൻ പോവുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. മുഖം കാണിക്കും മോനെ, ചേച്ചിമാരുടെ മുഖം കാണിക്കേ. ആകെ പോലെ കിട്ടിയിരിക്കുന്നു സത്യമായിട്ടത്. നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ, ആകെ പോയിരിക്കുന്നു. ഇനിയൊരു 1-2 മാസം കഴിഞ്ഞാല് ഞങ്ങൾക്ക് സൗന്ദര്യമാണോ? സൗന്ദര്യല്ല, ആകെ. നീലിച്ചേട്ടോ നമ്മൂടൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എല്ലാരും കണ്ടിട്ടുണ്ട്. ഷംന കണ്ടിരിക്കണ്, ഒരുവിധ ആൾക്കാരൊക്കെ ഇതിലുള്ള ആൾക്കാർ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഗുഡ് ഈവനിങ് റാണിയെ, ഹാപ്പി ന്യൂ ഇയർ. നീലിച്ചേട്ടൻ പോയോ? ശമന ഇരുന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു കയറാമെന്ന്. ആ മെസ്സേജ് പോലും വായിച്ചു. നീ ശമന നീ കണ്ടോടി? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ അയൻ ബ്രോ, വന്നിട്ടില്ല അയൻ ബ്രോ. വന്നില്ല, വന്നെങ്കിൽ വായിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയായിരുന്നല്ലോ. ഹായ് റാണി ചേച്ചി വിളിക്കുന്നു, എല്ലാവരും പന്നച്ചറ. ഹാപ്പി ന്യൂ ഇയർ റാണി, ഹാപ്പി ന്യൂ ഇയർ. ബുഷറ വാച്ചിങ്. ബുഷറയുടെ ലൈവ് ഒന്നും ഓൺ ആക്കുന്നുണ്ട് കേട്ടെ, മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യണേ മോനെ. ചേച്ചിമാരെ കാണിക്കും മോനെ, മൊഹൈനിപ്പോ എന്തുവാ മോനെ. ഹാപ്പി ന്യൂ ഇയർ റാണി ചേച്ചി. ഞങ്ങൾക്ക് എന്താ ഒത്തിരി സൗന്ദര്യമുള്ളതാണോ? മുകളിലുള്ള മെസ്സേജ് നോക്കാം, മുകളിലെ മെസ്സേജ് കിടപ്പുണ്ടോ നോക്ക്, ഞാൻ നോക്കട്ടെ. നീലിച്ചേട്ടൻ പോയോ? റാണി എല്ലാരും ഫുഡ് കഴിച്ചോ? ക്യാമറ ഓഫ് ആയതാ ഇത്? എന്തോ കോഴിക്കൂട്ടിലോ? ഞാനേ കട്ടിലില്ല, കട്ടിലിന്റെ ഇടയിൽ ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് ഇങ്ങനെ. ഞാൻ 2 ദിവസമായി ജോലിക്ക് പോയിട്ട്, പനിയൊക്കെ ആയിട്ട്. അതല്ല ഇന്ന് ഉച്ചക്കൊക്കെ ലീവ് കിട്ടും. ഇന്നിപ്പോ പോകുമ്പോ ലെവലാവും. ജിമ്മൻ ഫേസിൽ നീ മുഖം കഴിച്ചു കിടന്നു. ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് നൈറ്റ് റാണി. രാജീവ് ചേട്ടൻ വന്നിട്ട് പോയി ലൈവുകൾ എല്ലാവർക്കും ഹാപ്പി. ഞാൻ കണ്ടില്ല ഞാനെ. ശമനമുള്ളപ്പോ മെസ്സേജ് അയച്ചു കണ്ടില്ല. എന്നാ കല്യാണമൊക്കെ റെഡി ആയോ? അപ്പൊ ശരിക്കും കോഴി. അപ്പൊ ശരിക്കും കോഴി. ഞാൻ കോഴിന്ന് മുന്നേ കണ്ടിട്ടുണ്ടല്ലോ ഈ ലൈവ്. ലിജേച്ചിന്റെ ലൈവില് ഞാൻ 5-6 മാസം, എത്ര മാസമായിട്ടുണ്ട് ലിജേച്ചി? 5-6 മാസമായിട്ടില്ലേ? പിന്നെ 5-6 മാസം ഒന്നും ആയില്ല, 3 മാസം. ഞാൻ ലൈവ് ഇടാൻ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ഇടാൻ തുടങ്ങി 4 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോഴേ സ്റ്റാർട്ടിങ്ങിന് എനിക്ക് തോന്നുന്നു, ഞാൻ തോന്നുന്നുണ്ട് എന്റെ ഓർമ്മയില് കിച്ചണില് അന്നേ ഞാൻ പറയുന്നുണ്ട് ഞാൻ കോഴിയാണ് ഞാൻ പറയുന്നുണ്ട്. നീയായി വന്നിട്ട്